നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പ്ലെയിൻ കർവ് ആണ്. അതായത് നമുക്കൊരു ഫങ്ഷൻ എഫ് തന്നിരിക്കും. ഈ എഫ് എന്ന് പറയുന്നത് ഇൻ്റർവെൽ എ ബിയിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്ത് എക്സിസ്റ്റ് ചെയ്യും? എഫ് ഡാഷ്, എഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതും എന്ത് തന്നെ ആയിരിക്കും? എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. തന്നിരിക്കുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് എ പ്ലെയിൻ കർവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. അല്ലെങ്കിൽ വേറൊരു ഫോമിൽ എങ്ങനെ എഴുതാം? എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം, ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ലെങ്ത് ഓഫ് പ്ലെയിൻ കർവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4/8 പ്ലസ് 1/4 എക്സ് സ്ക്വയർ ഓൺ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 3. അതായത് എ ബിയുടെ സ്ഥാനത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1, 3 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് റേസ് ടു 4/8 പ്ലസ് 1/4 എക്സ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ഗ്രാഫ് ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ? എൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് അറിയാമെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് റേസ് ടു 4/8. അപ്പോൾ 1/8 നമുക്ക് എന്തെടുക്കാം? കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ പുറത്തെടുത്തു. എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4 എക്സ് റേസ് ടു 4 മൈനസ് 1 3 വരും. പ്ലസ് നോക്കിയേ, ഈ 1/4 എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 എക്സ് റേസ് ടു -2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1/4 എക്സ് റേസ് ടു -2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2 എക്സ് റേസ് ടു -2 മൈനസ് 1. അതായത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n എക്സ് റേസ് ടു n മൈനസ് 1 അല്ലേ? അതേപോലെ അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ 4ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ -1/2 എക്സ് റേസ് ടു -3 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? -1/2 എക്സ് റേസ് ടു -3 എന്ന് വരും. അതായത് ഇവിടെ നോക്കി, ഈ 8ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. 1/2 എക്സ് ക്യൂബ് മൈനസ് 1/2 എക്സ് റേസ് ടു -3 എന്ന് നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടും. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എന്താ? എ എന്താ ഇവിടെ? എ ഇവിടെ 1ഉം ബി ഇവിടെ 3ഉം ആണ്. അപ്പോൾ 1 2 3 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ക്യൂബ് ബൈ 2 മൈനസ് എക്സ് റേസ് ടു -3/2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ 1 2 3 റൂട്ട് ഓഫ് 1 പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് എക്സ് ക്യൂബ് ബൈ 2ഉം ബിയുടെ സ്ഥാനത്ത് എക്സ് റേസ് ടു -3/2ഉം വരും. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അതാ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എക്സ് റേസ് ടു -3/2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 1 2 3 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് റേസ് 3 ദ ഹോൾ സ്ക്വയർ എന്ത് വരും? എക്സ് റേസ് ടു 6/2 സ്ക്വയർ 4 വരും. ദെൻ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ദെൻ
ഇവിടെ നോക്കി എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് റേസ് ടു -3, അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിനെ നമുക്ക് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാനായിട്ട് പറ്റും. സോ എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് റേസ് ടു -3 നമുക്ക് എക്സ് റേസ് ടു 3 പ്ലസ് -3 കൊടുക്കുക. അപ്പോൾ എക്സ് റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ വരിക. ദാറ്റ് ഈസ് ഈ -1 ഇവിടെ ഒരു 2 ഉണ്ട്, 2 പ്ലസ് എക്സ് റേസ് ടു -3 ദ ഹോൾ സ്ക്വയർ എക്സ് റേസ് ടു -6/2 സ്ക്വയർ 4 വരും, ഡി എക്സ് എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ വരും? ഇൻ്റഗ്രൽ 1 to 3 റൂട്ട് ഓഫ്, ഇവിടെ നോക്കിയേ 1ഉം -1/2, 1 അര പോയാൽ അര തന്നെയല്ലേ വരിക. അപ്പം എക്സ് റേസ് ടു 6/4 -1/2 പ്ലസ് 1/2 പ്ലസ് എക്സ് റേസ് ടു -6/4, അതായത് 1 -1/2 1/2 തന്നെയാണ് വരിക. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 1 to 3 റൂട്ട് ഓഫ് എക്സ് റേസ് ടു 6/4 പ്ലസ് 1/2 പ്ലസ് ഇതിനെ നമുക്ക് 1/4 എക്സ് റേസ് ടു 6 എന്ന് എഴുതാം. എക്സ് റേസ് ടു -6നെ നമുക്ക് 1/x റേസ് ടു 6 എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതി. ഇനി ഇതിന് എന്താ ചെയ്യാൻ പറ്റുക? ഇതെന്ന് പറയുന്നത് x³/2 പ്ലസ് 1/2x³ ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 1 to 3 റൂട്ട് ഓഫ്, ഇതെന്ന് പറയുന്ന എന്തിൻ്റെ എക്സ്പാൻഷനാ? x³/2 പ്ലസ് 1/2x³ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് നമ്മുടെ ഇത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനെ a+b ദ ഹോൾ സ്ക്വയർ കൊണ്ട് ചെയ്യുമ്പം നമുക്ക് ഇത് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ എന്താ എളുപ്പമായില്ലേ? ഇൻ്റഗ്രൽ 1 to 3 എന്ത് വരും? x³/2 പ്ലസ് 1/2x³ dx എന്ന് എഴുതാനായിട്ട് പറ്റും. കാരണം റൂട്ട് ഓഫ് x² എന്ന് പറയുന്നത് എന്താണ്? എക്സ് തന്നെയാണ്. റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ നമുക്ക് എന്താണ്? റൂട്ട് ഓഫ് x² എക്സ് ആയിട്ട് എഴുതാം. അപ്പം റൂട്ട് ഓഫ് x³/2 പ്ലസ് 1/2x³ ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും വരിക? x³/2 പ്ലസ് 1/2x³ ആയിരിക്കും വരിക. ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 അതേപോലെ എഴുതി. x³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4/4 എന്ന് വരും. പ്ലസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ 1/2 x³ നമുക്ക് എക്സ് റേസ് ടു -3 എന്ന് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും വരിക? 1/2 എക്സ് റേസ് ടു -3 പ്ലസ് 1/-3 പ്ലസ് 1 ദാറ്റ് ഈസ് 1/2 എക്സ് റേസ് ടു -2/-2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? -1/4 എക്സ് റേസ് ടു -2 ദാറ്റ് ഈസ് -1/4 എന്താ? എക്സ് റേസ് ടു -2നെ നമുക്ക് x² 1/x² എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരും? -1/4 x². നമ്മുടെ ലിമിറ്റ് കൊടുക്കാൻ മറക്കരുത്. 1 to 3 എന്ന് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു 4/8 2 × 4 8 -1/4 x² എന്താണ്? ലിമിറ്റ് 1 to 3 എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും വരിക? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് 8 × 4 × 4x² എന്ന് പറയുന്നത് 4x റേസ് ടു 6 മൈനസ് 8 × 1 8 ഡിവൈഡഡ് ബൈ 8 × 4x² 32x² എന്ന് വരും. ഫ്രം 1 to 3 ലിമിറ്റും കൊടുത്തു. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 × 3 raised to 6 minus 8 divided by 32 into 3 square minus lower limit 1 അല്ലേ. അപ്പോൾ 4 × 1 raised to 6 minus 8 divided by 32 into 1 square. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 10.3 സംതിങ് ആണ് ആൻസർ കിട്ടുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ടാക്കി വെക്കുക.
നമുക്ക് എഫ് ഓഫ് എക്സ് തരും, അതേപോലെ നമ്മുടെ ലിമിറ്റ് തരും, അതായത് ഏത് ഇൻ്റർവെല്ലിലാണെന്നും ക്വസ്റ്റ്യന് തന്നിരിക്കും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ.